ആഷിഖ്, മലയാള സിനിമയെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നിരുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. മലയാള സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ബാക്ക് സ്റ്റേജിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അട്രോസിറ്റീസ്, അവർക്ക് മികച്ചൊരു സുരക്ഷിതമായൊരു ജോലി സൗകര്യങ്ങളില്ല, അന്തരീക്ഷമില്ല, ലൈംഗികമായി അബ്യൂസ് ചെയ്യപ്പെടുന്നു, ഫിസിക്കലി അബ്യൂസ് ചെയ്യപ്പെടുന്നു, ലൈംഗിക പീഡനത്തിന് ഇടയാക്കപ്പെടുന്നു. അങ്ങനെ നിരവധി ആരോപണങ്ങൾ കേട്ട് നമ്മളത് വാർത്തയാക്കുന്ന, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പറഞ്ഞു അമ്മ പോലെയുള്ളൊരു സംഘടന തന്നെ രാജിവെച്ച് ഒഴിയുന്ന ഒരു അമ്മ പോലൊരു സംഘടനയുടെ കമ്മിറ്റി തന്നെ, ജനറൽ ബോഡി തന്നെ രാജിവെച്ചൊഴിയുന്ന ഒരു സിറ്റുവേഷൻ. അതിൽ മുഖ്യമന്ത്രി ഇടപെടുന്നു, പ്രതിപക്ഷ നേതാവ് ഇടപെടുന്നു, വലിയ ചർച്ചകളാവുന്നു, ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാക്കപ്പെട്ട ഒന്നാണ്. ഒരു പക്ഷേ മലയാള സിനിമ പോലെ ഒരു മേഖലയിൽ ഒരു കമ്മിറ്റിയെ നിയോഗിച്ച് പ്രശ്നങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുന്നത് തന്നെ ചരിത്രപരമായ ഒരു തീരുമാനമായിരുന്നു. പക്ഷേ ഏറ്റവും നിർഭാഗ്യകരമെന്ന് പറയട്ടെ, 35ഓളം കേസുകളാണ് ഹേമ കമ്മിറ്റിയിൽ പല സ്ത്രീകൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസുകൾ എടുത്തിരുന്നത്. ഈ കേസുകളെല്ലാം തന്നെ സാക്ഷികൾ, അതായത് അന്ന് നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ സാക്ഷികളോ അല്ലെങ്കിൽ വാദിഭാഗത്തുള്ള ആളുകളോ ആരും തന്നെ ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്നും, അല്ലെങ്കിൽ കേസുമായി അവർക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടെടുത്ത 35 കേസുകളും റദ്ദാക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. മനുഷ്യ 2017 ജൂലൈയിലാണ് മലയാള സിനിമ ഇൻഡസ്ട്രി നേരിടുന്ന പല പ്രശ്നങ്ങൾ, ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ നേരിടുന്ന പല പ്രശ്നങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി സർക്കാർ രൂപീകരിക്കുന്നത്. മുൻ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലായിരുന്നു. മുൻ ജസ്റ്റിസ് ഹേമ, മുൻ IAS ഉദ്യോഗസ്ഥ വത്സലകുമാരി, അതുപോലെ തന്നെ നടി ശാരദ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു കമ്മിറ്റി, ഈ ഒരു ടീം രൂപീകരിക്കപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ മലയാള സിനിമയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പല നടിമാരുമായി സംസാരിച്ച് വലിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അതിൽ പല വമ്പന്മാരുടെയും പേര് വരുന്നു. പല രീതിയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന തരത്തിൽ പല നടിമാരും തുറന്നു പറയുന്നു. അങ്ങനെ ആ റിപ്പോർട്ട് റെഡിയാവുന്നു. ഈ അടുത്താണ് നമ്മൾ അതിനെപ്പറ്റിയുള്ള വാർത്തകൾ നിരന്തരമായി കേൾക്കാൻ തുടങ്ങിയത്. കാരണം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പല വമ്പന്മാരുടെയും നേരെ വിരൽ ചൂണ്ടുന്ന തരത്തിലായിരുന്നു ആ റിപ്പോർട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ മനുജ സൂചിപ്പിച്ചതുപോലെ അമ്മയിൽ തന്നെ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു, സിദ്ദിഖടക്കം രാജിവെച്ച് പുറത്തു പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. കാരണം ഒരു മലയാളം ഇൻഡസ്ട്രി, ഈ റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, തുടർന്ന് മറ്റ് തെലുങ്ക്, തമിഴ് ഇൻഡസ്ട്രികളിലടക്കം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ വന്നത്. നമ്മുടെ മലയാള സിനിമയിൽ മുൻനിരയിൽ അഭിനയിക്കുന്ന പല നടിമാരും തനിക്ക് നേരെ ഉണ്ടായ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ തുറന്നു പറയുന്നു. പക്ഷേ ഇവരാരും പരാതിയുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം ഒരു സമൂഹത്തിൽ നമ്മളെല്ലാവരും മാതൃകയാക്കി ചെയ്യുന്ന പല ക്യാരക്ടർ റോളുകൾ ചെയ്തിരുന്ന ആളുകൾ, നമ്മൾ റോൾ മോഡലാക്കിയിരുന്ന ആളുകൾ പോലും തനിക്ക് നേരെ ഉണ്ടായ ദുരനുഭവം അവിടെയും ഇവിടെയും പറയുന്നു എന്നല്ലാതെ അതിനെ ഒരു പരാതി കൊടുത്ത് കേസിൻ്റെ വഴിക്ക് നീങ്ങി അതിൽ ഇൻവോൾവ് ആവാൻ ഇവരാരും ഉദ്ദേശിക്കുന്നില്ല. പലരും വന്ന് പറഞ്ഞു, പണ്ടൊക്കെ സിനിമാ സെറ്റുകളിൽ വസ്ത്രം മാറാൻ പോലും സ്ഥലമുണ്ടായിരുന്നില്ല, തുണി വലിച്ചു കെട്ടിയിട്ടൊക്കെയാണ് ഡ്രസ്സ് മാറിയിരുന്നത്, ഒരു കാരവാൻ ഇല്ല, ഇപ്പോഴാണ് കാരവാൻ എല്ലാം വന്നത്. അപ്പോൾ പണ്ട് ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നു. ഒരു സിനിമ നടിമാർക്ക് ഈ സിനിമാ സെറ്റുകളിൽ നേരിടുന്ന പലവിധ പ്രശ്നങ്ങളാണ് നമ്മൾ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തത്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്ത, ഈ കേസുകളെല്ലാം, ഒരു കേസുകൾ പോലും നിലനിൽക്കാതെ എല്ലാം തന്നെ ക്ലോസ് ചെയ്യാൻ സർക്കാർ തീരുമാനിക്കുന്നു. പരാതിക്കാർ പരാതിയില്ലെന്ന് പറയുന്നു. പിന്നെ എന്തിനാണ് ഇത്തരം ഒരു ഹേമ കമ്മിറ്റിയെ രൂപീകരിച്ചത്? ഇപ്പോൾ ഒരു ക്രൈം അവിടെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ ആ ക്രൈം നടക്കാതെ ആവുന്നില്ല. അവിടെ ഒരു കുറ്റം നടന്നിട്ടുണ്ട്, കുറ്റകൃത്യം നടന്നിട്ടുണ്ട്, ഇതിൽ പോക്സോ അടക്കമുള്ള കുറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ അതൊക്കെ വലിയ തെറ്റാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരാൾക്ക്, ഒരു സ്ത്രീക്ക് നേരെ ഒരു അധിക്ഷേപം നേരിട്ടു, അല്ലെങ്കിൽ ഒരു ആക്രമണം നേരിട്ടു, ആ സ്ത്രീ പറയുകയാണ് എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞാൽ പോലും അവിടെ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട്, അത് നടക്കുന്നുമുണ്ട്. അപ്പോൾ ഇനി അത് നടക്കുന്നുണ്ടായിട്ട് പോലും ഇത്തരം കേസുകളെല്ലാം അവർക്ക് പരാതിയില്ലാത്തതിൻ്റെ പേരിൽ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഇത് ഉന്നതരുടെ സ്വാധീനം കൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമല്ലേ? ഇവിടെ ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈ ഹേമ കമ്മിറ്റിയിൽ പറയുന്നത് മൊത്തം വമ്പന്മാരുടെ പേരുകളാണ്. അവർക്ക് പണമുണ്ട്, പ്രതാപമുണ്ട്, എല്ലാമുണ്ട്, സൊസൈറ്റിയിൽ വലിയ നിലയും വിലയുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പരാതിക്കാർ കൊച്ചു പരാതികളുമായി വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം പരാതികളുമായി ഒരു കമ്മിറ്റിക്ക് മുന്നിൽ നേരിട്ടവർ ചാനലിന് മുന്നിൽ ഒന്നും വരുന്നില്ല. ഈ കമ്മിറ്റി വളരെ സ്വകാര്യമായിട്ടാണ് ഇരകളുടെ വിവരം സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്ത് ആരുടെയും വിവരങ്ങൾ വരുന്നില്ല. പക്ഷേ അതിലും ഇവരുടെ സ്വാധീനം വന്നിട്ടുണ്ടോ എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. കാരണം ഈ
ഇവർക്കെല്ലാം ഒരാൾക്ക് പോലും പരാതിയില്ലാതെ ആ കേസുകളെല്ലാം തേഞ്ഞു മാഞ്ഞു പോകണം, അല്ലെങ്കിൽ എല്ലാം ഒതുക്കി തീർക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ ആരാണ് പരാതി കൊടുത്തത് എന്ന്, ആരാണ് ഇതിന് ഇരയായിട്ടുള്ളത്, അവരെ ഈ പ്രതികൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടോ എന്നും ഇതിൽ സംശയിക്കണ്ടേ മനുജ? തീർച്ചയായിട്ടും അതിനകത്തൊരു പ്രധാന പ്രശ്നം ആഷിഖ് പറഞ്ഞ പോലെ ക്രൈം നടന്നിട്ടുണ്ട്. ആ ക്രൈം നടത്തിയിട്ടുണ്ട് എങ്കിൽ അന്വേഷിച്ച് അതിൽ തെളിവുകൾ ശേഖരിച്ച് അതിൽ ക്രൈം നടത്തിയ ആളുകൾക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചുള്ള ശിക്ഷകൾ നൽകാൻ നമുക്ക് തയ്യാറാകണം. അവിടെ മാത്രമാണ് ഇരയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം, ഇതൊരു സിനിമ ഇൻഡസ്ട്രിയാണ്. സിനിമ ഇൻഡസ്ട്രി ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നു, നമ്മളിപ്പോൾ എഡിറ്റിംഗ് പഠിക്കുന്നു, അല്ലെങ്കിൽ ജേർണലിസം പഠിക്കുന്നു, നമുക്കൊരു സ്ഥാപനത്തിൽ ജോലി ലഭിക്കുന്നു, നമുക്ക് ഒരു മാസം കൃത്യമായി ശമ്പളം ലഭിക്കുന്നു എന്നതുപോലെയല്ല. സിനിമയിൽ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു താരത്തിന് ഇഷ്ടമുള്ള ആളുകൾ, അദ്ദേഹം പറയുന്ന ഒരു കാസ്റ്റിംഗ് കൗച്ചൊക്കെ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു രീതിയിലാണ് സിനിമയിൽ സ്പേസ് ഉണ്ടാകുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി കഴിവും കൂടെ വേണം. പക്ഷേ ഇങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ പോലും തങ്ങളുടെ ഒരു പ്രൊഫഷനായി സിനിമയെ സ്വീകരിച്ച ആളുകൾ, പ്രത്യേകിച്ച് ഇതിൽ എനിക്ക് തോന്നുന്ന കുറേയധികം പരാതികൾ ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ നിന്ന് വന്നത്, അവരൊന്നും പ്രധാനപ്പെട്ട പ്രമുഖരായ നടികളൊന്നും ആയിരുന്നില്ല. അങ്ങനെയുള്ളവർ പുറത്ത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് പോലും നമ്മൾ അറിയില്ല. കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിൽ സർക്കാർ പുറത്തുവിട്ട ഭാഗത്തിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറേയധികം ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് സർക്കാർ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അത് പുറത്തു വരുമെന്ന് പറയുന്ന ദിവസത്തിൻ്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ അത് പുറത്തേക്ക് വിടണ്ട എന്ന തീരുമാനം സർക്കാർ എടുക്കുക. സ്വാഭാവികമായും മനസ്സിലാവുന്നത് സ്വാധീനങ്ങൾ പുറത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഒരു സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും ഇത്രയധികം പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. അവിടെ കേരളം പോലൊരു സ്ഥലത്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി ഒരു കമ്മീഷനെങ്കിലും നിയോഗിച്ചത് എന്ന്. കമ്മീഷനുകൾ വിവിധ സിനിമാ സെറ്റുകൾ പരിശോധിക്കുന്നു, പോയി കാണുന്നു, നിരവധി ആളോട് സംസാരിക്കുന്നു. അവർക്ക് വൃത്തിയുള്ളൊരു ബാത്റൂം ഇല്ല, അവർക്ക് ഡ്രസ്സ് മാറാനൊരു വൃത്തിയുള്ള സ്പേസ് ഇല്ല, സെക്യൂർഡ് അല്ല എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അതായത് സിനിമാ മേഖല നമ്മൾ കാണുന്ന വെള്ളിത്തിര എന്നാണ് പറയുക. വെള്ളിത്തിരയിലെ ആ ചന്തമൊന്നും സിനിമയുടെ എന്താ പറയുക ബാക്ക് സ്റ്റേജിനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഹേമ കമ്മിറ്റിയോട് കൂടിയാണ്. എന്തായാലും ആഷിഖ്, എനിക്ക് പറയാനുള്ളത്, ഈ സ്ത്രീകളെല്ലാം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു പരിമിതിയോ പ്രശ്നമോ ആയി പലപ്പോഴും നമ്മൾ മനസ്സിലാകുന്നത്, ഇപ്പം ഞാനൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസിന് എടുക്കേണ്ടി വരുന്ന സമയം, ദൈർഘ്യം എത്രയോ വർഷങ്ങളായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ ഒരു റിലയബിലിറ്റീനെ ബാധിച്ചൊരു പ്രധാനപ്പെട്ട പ്രശ്നം, 1-2 ആളുകൾ അനാവശ്യമായ കേസുകളുമായി വന്നിട്ടുണ്ടായിരുന്നു, പല വ്യക്തികളും സ്ത്രീകളും. അപ്പം അതും ഈ ഉള്ള യഥാർത്ഥ കേസുകളുടെ റിലയബിലിറ്റിനെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷനും നമ്മളിടയ്ക്ക് കുറേ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നിടത്തോളം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ സിനിമാ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒന്നായിരുന്നു. സത്യത്തിൽ ഹേമ കമ്മിറ്റി പരാജയപ്പെട്ടു എന്ന് നമുക്കൊരു അസംഷനിൽ എത്താൻ പറ്റില്ല. അവരവരുടെ ഭംഗിയായി കാര്യങ്ങൾ ചെയ്തു. പല രീതിയിലുള്ള അതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രേസിങ്ങിലാണ് ഇൻട്രൊഡക്ഷനൊക്കെ പോയിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒരുപാട് പേരെ എക്സ്പോസ് ചെയ്യാൻ സാധിച്ചു. അമ്മ സംഘടന എന്ന് പറയുന്ന സംഘടന കേവലം ഒരു സംഘടനയാണെന്നും അത് വെറും താരങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സംഘടനയാണെന്നും, കാര്യം അമ്മ സംഘടനയിലെ എനിക്കൊന്ന് ജഗദീഷ് ഒക്കെ മാത്രമാണ് എന്തെങ്കിലും കാര്യങ്ങളിൽ തെറ്റ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞത്. ബാക്കിയുള്ളവരെല്ലാം തന്നെ ഒന്നെങ്കിൽ നിശബ്ദരായിരിക്കുകയോ മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ഈ പരാതി കൊടുത്ത സ്ത്രീകളെ അവഹേളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അമ്മ സംഘടനയും കൂടെ ഈ വിഷയത്തിൽ തുറന്നു കാണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെ, ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, നമ്മൾ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ചർച്ച ചെയ്തതും മോഹൻലാൽ മമ്മൂട്ടി അടങ്ങുന്ന വലിയ താര സംഘടന അല്ലെങ്കിൽ വലിയ താരസംഘം ഇതിനെതിരെ ഒരു വാക്ക് പോലും പറയാനോ പ്രവർത്തിക്കാനോ വന്നില്ല എന്നതാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഘോരഘോരം ചോദിച്ചു, എവിടെ ഞങ്ങൾ വാനോളം ഉയർത്തിപ്പിടിച്ച ഞങ്ങളുടെ താരങ്ങൾ എവിടെ, എന്തുകൊണ്ട് ഇവർ മറുപടി പറയുന്നില്ല, ഒരു തലത്തിലുള്ള ഒരു കമന്റും പറയാൻ ഇവരാരും വന്നില്ല. പിന്നെ മനുജ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പല താരങ്ങൾക്കെതിരെയും വ്യക്തിവൈരാഗ്യം തീർക്കുന്ന തരത്തിൽ പലരും വന്ന് പരാതിപ്പെടുകയുണ്ടായി. അത് ഇതിന്റെ ക്രെഡിബിലിറ്റിയെ മൊത്തത്തിൽ ബാധിക്കുന്ന, അത് എല്ലാത്തിലേക്കും പടരുന്ന ഒരു അവസ്ഥയുണ്ടായി. കാരണം പലരുടെ നേരെ, ഇപ്പൊ ഞാൻ ആളുടെ പേര് പറയുന്നില്ല, പലർക്ക് നേരെയും ഇതുപോലെയുള്ള ആരോപണങ്ങൾ വന്ന് അതിൽ ഒരു കഴമ്പുമില്ല എന്ന് പൊതുജനത്തിന് മനസ്സിലാവുന്ന രീതിയിൽ അവർക്കത് തുറന്ന് കാണിക്കാനും പറ്റിയ കാര്യങ്ങളും ഇതിലുണ്ടായി. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊരു സംഭവം വന്നപ്പോൾ മറ്റ് താരങ്ങൾ മറ്റു മേഖലയിലും തമിഴ് തെലുങ്ക് മേഖലയിലുള്ള താരങ്ങളെല്ലാം പറഞ്ഞത് നമ്മുടെ മേഖലയിലും ഇതുപോലെ ഒരു അവലോകനം വേണം, ഇതുപോലെ ഒരു കമ്മിറ്റി വേണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിന് അവസാനം ഹേമ കമ്മിറ്റിയുടെ അവസാനം എന്തുണ്ടായി എന്ന് നമ്മളോട് അവർ ചോദിക്കുമ്പോൾ പറയാൻ എന്തുത്തരമാണുള്ളത്? കേസുകൾ എല്ലാം ക്ലോസ് ചെയ്തു, ആർക്കും പരാതിയില്ല. പിന്നെ എന്തിനാണ് ഇത് പൊക്കിപ്പിടിച്ച് വന്നത്? കേസിന്റെ വഴിക്ക് നീങ്ങാൻ അവർ തയ്യാറായി വന്ന ആളുകളാണ്.
അവർ ഒരിക്കലും ഇത് വേണ്ട എന്ന് പറഞ്ഞു പോവില്ല, സ്വമേധയാ പോവില്ല. പോവണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇടപെടലുകൾ അല്ലെങ്കിൽ ഒരു സ്വാധീനം അവിടെ ഉണ്ടായിട്ട് കാണും. അവർ നേരിട്ട് തങ്ങൾക്ക് അനുഭവിച്ച ദുരനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഒരു കമ്മിറ്റിക്ക് മുന്നിൽ വന്നതും അത് പറഞ്ഞതും. അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ ഒരു നിർണായക തീരുമാനം, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ 21 കേസുകളാണെന്ന് തോന്നുന്നു ക്യാൻസൽ ചെയ്തത്, അല്ലെങ്കിൽ പരാതിയില്ല എന്ന് പറഞ്ഞ് അത് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ 14 കേസ് കൂടി ക്ലോസ് ചെയ്യുന്നതോടെ എല്ലാ കേസുകളും ക്ലോസ് ചെയ്യുന്ന രീതിയിലേക്ക് പോയി. ഈ ഹേമ കമ്മിറ്റി ഇതുപോലെയുള്ള പരാതികൾ സ്വീകരിച്ച് അത് ക്ലോസ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഈ കമ്മിറ്റി രൂപീകരിച്ചത്, അതോ ഈ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഈ കമ്മിറ്റി രൂപീകരിച്ചത് എന്നൊന്ന് പുനർപരിശോധിച്ചാൽ അത് നന്നായിരിക്കും. കാരണം ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് മറ്റ് ഇൻഡസ്ട്രിക്കാർക്ക് മാതൃകയാക്കുന്ന തരത്തിലൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് അവസാനം നമുക്ക് തന്നെ അപമാനമായി മാറുന്ന രീതിയിൽ ഒരു പര്യവസാനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം പറയാം, മലയാള സിനിമ എടുത്ത ഏറ്റവും വലിയ, മലയാള സിനിമയല്ല, മലയാള സിനിമയെ നോക്കിക്കൊണ്ട് ഇവിടുത്തെ ഭരണാധികാരികൾ ചെയ്ത ഏറ്റവും വലിയ ചരിത്രപരമായ തീരുമാനമായിരുന്നു ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത്. ഒരു കമ്മിറ്റിക്ക് തീർച്ചയായിട്ടും റിപ്പോർട്ടുകൾ സമർപ്പിക്കുക എന്നുള്ളത് പരിമിതികളുണ്ട്. അതിൽ പോലീസാണ് തീരുമാനങ്ങൾ എടുക്കുകയും പോലീസ് അന്വേഷണം നടക്കുമ്പോൾ മറ്റാർക്കും പരാതിയില്ല എന്നൊരവസ്ഥയിലേക്ക് വന്നാൽ പോലും ഹേമ കമ്മിറ്റിക്ക് മുൻപും ശേഷവും എന്നെന്തായാലും മലയാള സിനിമ അടയാളപ്പെടുത്തും.